ഹലോ, നോയമ്പ് തീരാറായി, ഇനി 10-12 ദിവസമുള്ളൂ. എന്നാൽ ഒരു കാര്യം ചെയ്താലോ നമുക്ക്? കേരളത്തിലെ കറി കൂട്ടി കൂട്ടി മടുത്തല്ല, എന്നാൽ നമുക്ക് രാജ്യം വിട്ടുപിടിക്കാം. ശ്രീലങ്കയ്ക്ക് പോയാലോ? പക്ഷേ ഫ്ലൈറ്റ് ചാർജ് കാണുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഉള്ള വഴുതനങ്ങയൊക്കെ വെച്ച് വീട്ടിലൊരു ശ്രീലങ്ക കറി അങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എളുപ്പമാണ് കേട്ടോ. വണ്ടിക്കൂലി ഒന്നും കളയണ്ട. ഒരു വഴുതനങ്ങ എടുത്തു, അത് 2 പേർക്കൊക്കെ അത് ഉമ്പിടിയാണ്, നിങ്ങളെ എണ്ണം അനുസരിച്ച് എടുത്തു. പിന്നെ ഒരു 50 ഗ്രാം കാണും ഈ പീനട്ട് എടുത്തു, ഒരു സവാള എടുത്തു, ഒരു ടൊമാറ്റോ എടുത്തു, ഒരു തേങ്ങാപ്പാലാണ് കുറച്ച് ഊറ്റി വെച്ചിരിക്കുന്നു. പിന്നെ എടുത്തത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ചേ ഇടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു അപ്പച്ചമ്പ് എടുക്കുക, അതിനകത്തോട്ട് നമ്മുടെ വഴുതനങ്ങായെ മുറിച്ച് അങ്ങോട്ട് വെക്കുക. അവനവിടെ ഇരിക്കട്ടെ, കളി നമ്മളോടാ. ഇന്ന് നമ്മൾ ശ്രീലങ്കൻ കറി കൂട്ടി ചോറുണ്ണും. അപ്പോൾ ഇത് പൊടിച്ചെടുക്കാം കേട്ടോ, നമ്മുടെ പീനട്ട്. അതൊക്കെ പൊടിച്ചെടുത്തുകൊണ്ട് വരുമ്പോഴത്തേനും പാൻ എടുത്ത് അടുപ്പിലോട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് അവനങ്ങോട്ട് ചൂടാവട്ടെ. cut small pieces. Take onion, cut small pieces. Put china chatti, put it in the adupu, put some coconut oil, put some kadugumanis, little karvepulas, kadugavara. Take vegetables, put it in. Little chili powder, little bully powder, little curry masala powder, little uppu, close it. Curry ready, go. അയ്യോ, ആരും പോയക്കല്ലേ. അതിനകത്തോട്ട് പീനട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇടണം, തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. പിന്നെ നമ്മൾ ഈ അപ്പച്ചമ്പിൽ ഈ വഴുതനങ്ങ സ്റ്റീം ചെയ്തുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുണ്ട്. അത് അതിനകത്തോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ആയിട്ടും അലിഞ്ഞ് ചേരും. പിന്നെ ഉണ്ടല്ലോ, ഉള്ളി നല്ലപോലെ വഴന്നിട്ട് ഇടാവുള്ളൂ നമ്മുടെ ടൊമാറ്റോ. അപ്പം നല്ല ആയിട്ടെല്ലാം കൂടി അങ്ങോട്ട് ചേർന്നിങ്ങ് വരുമ്പം ഇച്ചിരി തേങ്ങാപ്പാലും ഒഴിച്ച്, ഒത്തിരി വേണ്ട കേട്ടോ, കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ ആ തേങ്ങാപ്പാലും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു പുളിയും പിന്നെ ഒരു വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവരുടെ ആ രുചി അങ്ങ് മാറും. എന്നിട്ട് ഒരു നല്ല രുചി വരും കേട്ടോ. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുതേ.